നൈൽ നദിയുടെ വരദാനമാണ് ഈജിപ്ത്. ഈ മഹാനദിയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ആളുകൾ ചോദിക്കാറുണ്ട്. നൈലിലെ വെള്ളം എപ്പോഴും ഒരുപോലെയാണോ? അവിടെ മഴ പെയ്യാറുണ്ടോ? അതോ കിണറുകളാണോ അവിടുത്തെ പ്രധാന വെള്ളത്തിന്റെ സ്രോതസ്? ആരെങ്കിലും വെള്ളപ്പൊക്കത്തെ പ്രതീക്ഷിച്ചു നിൽക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഈജിപ്തുകാർ അങ്ങനെയായിരുന്നു. നൈൽ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാകാൻ അവർ ആഗ്രഹിച്ചിരുന്നു. കാരണം പ്രളയത്തോടൊപ്പം ഒഴുകിയെത്തുന്ന ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിരുന്നു. ഈജിപ്തുകാർ തങ്ങളുടെ പ്രധാന ജലസ്രോതസ്സായ നൈൽ നദിയെയും ഈ വെള്ളപ്പൊക്കത്തെയും എങ്ങനെയാണ് കൃത്യമായി അളന്ന് ഉപയോഗിച്ചിരുന്നത് എന്നതിന്റെ വലിയൊരു അത്ഭുതമാണ് നീലോമീറ്റർ, മിഖ്യാസുൻ നീൽ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നീലോമീറ്ററുകൾ ഈജിപ്തിൽ ഇന്നുമുണ്ട്. കെയ്റോയിലെ റൗള ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രശസ്തമായ നീലോമീറ്റർ നിർമ്മിച്ചത് AD 861 അബ്ബാസിയ ഭരണാധികാരി അൽമുത്തവക്കിലിന്റെ നിർദ്ദേശപ്രകാരം പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ അഹ്മദ് അൽ ഫർഗനിയാണ് ഇതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ഏകദേശം 1100-ലധികം വർഷത്തെ പഴക്കമുണ്ട് ഈ അത്ഭുത നിർമ്മിതിക്ക്. നൈൽ നദിയുടെ അതേ ആഴത്തിലാണ് നീലോമീറ്ററിന്റെ കിണർ പോലെയുള്ള കൂറ്റൻ ഘടന നിർമ്മിച്ചിരിക്കുന്നത്. നദിയിലെ വെള്ളത്തിന്റെ അളവ് കൃത്യമായി കിണറിലേക്ക് എത്തിക്കാൻ ഇതിന്റെ വശങ്ങളിലായി വിവിധ ഉയരങ്ങളിൽ 3 തുരങ്കങ്ങൾ അല്ലെങ്കിൽ ദ്വാരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. നദിയിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഈ ദ്വാരങ്ങളിലൂടെ വെള്ളം നീലോമീറ്ററിനുള്ളിലേക്ക് ഒഴുകിയെത്തും. ഈ കിണറിന്റെ മധ്യഭാഗത്തായി നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലിന് സമാനമായി അളവുകൾ രേഖപ്പെടുത്തിയ ഒരു കൂറ്റൻ മാർബിൾ തൂണുണ്ട്. നദിയിൽ നിന്ന് 3 ദ്വാരങ്ങളിലൂടെ വന്ന് നിറയുന്ന വെള്ളം തൂണിലെ ഏത് അളവിലാണ് എത്തുനിൽക്കുന്നത് എന്ന് നോക്കിയാണ് ജലനിരപ്പ് തിട്ടപ്പെടുത്തിയിരുന്നത്. പണ്ട് കാലത്ത് കൃഷി നികുതി നിർണയിച്ചിരുന്നതും ഈ നീലോമീറ്റർ ഉപയോഗിച്ചായിരുന്നു. ഇസ്ലാമിക ഭരണം വന്നതോടെ ഭൂമിയുടെ വിസ്തീർണമല്ല, മറിച്ച് ഭൂമിയിൽ നിന്ന് എത്രത്തോളം വിളവെടുപ്പ് കിട്ടി എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നികുതി. നീലോമീറ്റർ സ്കെയിലിൽ വെള്ളം 16 ക്യൂബിറ്റ് എന്ന കൃത്യമായ അളവിലെത്തുമ്പോൾ ആ വർഷം സമൃദ്ധമായ വിളവെടുപ്പ് ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്നു. തുടർന്ന് ഭരണാധികാരി തന്നെ നേരിട്ടെത്തി വഫാ ഉന്നീൽ എന്ന പേരിൽ വലിയൊരു ആഘോഷം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വെള്ളം ഈ അളവിലും കുറഞ്ഞാൽ വരൾച്ചയും കൂടുതൽ ഉയർന്നാൽ കെടുതിയും പ്രവചിച്ചിരുന്നു. 1970 അസ്വാൻ അണക്കെട്ട് നിർമ്മിച്ചതിനു ശേഷം ഇത്തരം സ്വാഭാവിക വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവാറില്ല. എങ്കിലും ഇന്നും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈജിപ്തിൽ നൈൽ നദിയുടെ ജലനിരപ്പ് രേഖപ്പെടുത്താറുണ്ട്. നൂറ്റാണ്ടുകളോളം ഈജിപ്തിന്റെ സാമ്പത്തിക ഭദ്രതയും നികുതിയും നിർണ്ണയിക്കാൻ സഹായിച്ച ഈ നീലോമീറ്റർ ഇന്നും കെയ്റോയിലെ റൗള ദ്വീപിൽ ഒരു അത്ഭുതമായി തലയുയർത്തി നിൽക്കുന്നു.